സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് കേസിൽ നടൻ ജയസൂര്യയെ ഇഡി ചോദ്യം ചെയ്യുകയാണ്. കൊച്ചി ഓഫീസിൽ വെച്ചാണ് ചോദ്യം ചെയ്യുന്നത്. എസ് രാഗൻ വിവരങ്ങളുമായി ചേരുന്നുണ്ട്. രാഗൻ, ഈ സേവ് ബോക്സ് ആപ്പ് തട്ടിപ്പ് എന്ന് പറയുന്നത് കുറെ കാലം മുൻപ് പറഞ്ഞു കേട്ട, അതിൽ അറസ്റ്റൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു. ആ സംഭവം തന്നെയാണോ ഇത്? ഇപ്പോൾ ഇങ്ങനെ ഒരു ഇഡിയുടെ നീക്കം എന്തുകൊണ്ടാണ് വന്നത്? തീർച്ചയായും സൂചിപ്പിച്ചതുപോലെ തൃശ്ശൂരിൽ ആണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട കേന്ദ്രമായി നടന്നു വരുന്നതും അതിൽ അറസ്റ്റ് ഉൾപ്പെടെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ടാണ് ഇപ്പോൾ നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുന്നത്. ജയസൂര്യയ്ക്കൊപ്പം ജയസൂര്യയുടെ ഭാര്യയും ഇഡി ഓഫീസിൽ എത്തിയിട്ടുണ്ട്. ഇതിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അടക്കം വ്യക്തമാക്കുന്നത് ഈ സേവ് ആപ്പ് തട്ടിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉള്ള കാര്യങ്ങളിൽ ഇഡി ഒരു അന്വേഷണം നടത്തുന്നുണ്ട്. ഇതിൽ ജയസൂര്യയ്ക്ക് ഈ സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട് ഒരു എഗ്രിമെന്റ്, ബ്രാൻഡ് അംബാസഡർ എന്ന തരത്തിലുള്ള എഗ്രിമെന്റ് കരാർ ഉണ്ടായിരുന്നു എന്നതാണ് വ്യക്തമാകുന്നത്. ഈ പശ്ചാത്തലത്തിൽ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ശേഖരിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ചോദ്യം ചെയ്യൽ എന്നതാണ് ഇഡി വൃത്തങ്ങൾ നൽകുന്ന വിവരം. എന്തായാലും ചോദ്യം ചെയ്യൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിനു മുൻപും ഒരു തവണ ജയസൂര്യയെ വിളിപ്പിച്ചിട്ടുണ്ട് എന്നതാണ് ഇഡി വ്യക്തമാക്കുന്നത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യൽ തന്നെയാണ് ഇഡി ഓഫീസ് കേന്ദ്രീകരിച്ച് നടക്കുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ സേവ് ആപ്പ് തട്ടിപ്പ്, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഒരു ഇലക്ട്രോണിക് ഉപകരണങ്ങൾ കുറഞ്ഞ വിലയ്ക്ക് ലഭ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ലേല ആപ്പാണ് ഈ സേവ് ബോക്സ്. അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് നിരവധി ആളുകളെ കബളിപ്പിച്ച് പണം തട്ടി എന്നതായിരുന്നു ഇതിൻ്റെ ഉടമയ്ക്കെതിരെയുള്ള കേസ്. അതിൻ്റെ ഉടമ സ്വാദിഖ് റഹ്മാനായിരുന്നു. സ്വാദിഖ് റഹ്മാൻ നേരത്തെ അറസ്റ്റിലാവുകയും ഒക്കെ ചെയ്തിരുന്നതാണ്. തൃശ്ശൂർ പോലീസാണ് നടപടി സ്വീകരിച്ചിരുന്നത്. അപ്പോൾ ഈ സ്വാദിഖ് റഹ്മാന് സിനിമാ മേഖലയുമായി വലിയ, അതോടൊപ്പം തന്നെ സിനിമാ ബന്ധമുള്ള ആളുകളെയൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ ഏജൻസികൾ കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ ഇതിൻ്റെ ഒരു ചുവടുപിടിച്ചാണ് ഇഡിയും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നത്. ഫ്രാഞ്ചൈസി നൽകാമെന്ന് പറഞ്ഞ് 100-ലധികം പേരിൽ നിന്ന് ലക്ഷങ്ങളാണ് ഈ സ്വാദിഖ് റഹ്മാൻ പിരിച്ചിരിക്കുന്നത്. എന്നിട്ട് പണം കൊടുക്കാതെ തട്ടിപ്പ് നടത്തിയെന്നതായിരുന്നു പരാതി. തുടർന്നായിരുന്നു കേസ് വന്നത്. അതിൻ്റെ അടക്കം നടപടിക്രമങ്ങളൊക്കെ സ്വീകരിച്ചിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ ഈ ജയസൂര്യയുമായിട്ടുള്ള ഒരു ലിങ്ക്, ഈ സ്വാദിഖ് റഹ്മാൻ സിനിമാ ബന്ധങ്ങളുണ്ട്. സ്വാദിഖ് റഹ്മാൻ ചില സിനിമകളിലൊക്കെ അഭിനയിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. അത്തരം ചില കാര്യങ്ങൾ കൂടി വെച്ചുകൊണ്ടാണ് ഇപ്പോൾ ജയസൂര്യയെ വിളിച്ചു വരുത്തിയിരിക്കുന്നത്. ഈ സ്വാദിഖ് റഹ്മാനുമായിട്ടുള്ള അല്ലെങ്കിൽ സേവ് ബോക്സ് ആപ്പുമായി ബന്ധപ്പെട്ട ഒരു ലിങ്കിന്റെ പേരിലാണ് ഇപ്പോൾ നടൻ ജയസൂര്യയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കൊച്ചി ഓഫീസിൽ വിശദമായി ചോദ്യം ചെയ്യുന്നത്.